എന്റെ ദൈവമേ, കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആയില്ല, അപ്പോഴത്തേക്കും ഗർഭോ? ദൈവമേ, അതെന്താ അമ്മ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നോ? എടി കൊച്ചെ, ഞാൻ കുടുംബശ്രീന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ ലോൺ എടുത്തിട്ടാ അവൻ്റെ കല്യാണം നടത്തിയത്. അതിൻ്റെ അടവ് തന്നെ എന്തോരം അടഞ്ഞു തീരാൻ കിടക്കണ്. ഇതിനിപ്പോൾ ആരടയ്ക്കും? അവൻ ഒരാൾ കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ഇതെല്ലാം അടച്ചു തീരാൻ പറ്റുമോ? നീയും കൂടെ ജോലിക്ക് പോയത് കൊണ്ടാണ് അത് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് അടഞ്ഞു തീർന്നത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? പിള്ളേരില്ലാതെ എത്ര പേരാമ്മ വിഷമിക്കുന്നത്. എൻ്റെ ചേച്ചിക്ക് പോലും 4 വർഷം കഴിഞ്ഞിട്ടാണ് പിള്ളേരുണ്ടായത്, അതും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് നേരത്തെ ആയത് നല്ല കാര്യമല്ലേ? പിന്നെ എൻ്റെ മകന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ പിള്ളേരുണ്ടാകാതിരിക്കത്തുള്ളായിരുന്നു. അപ്പുറത്തെ സുമയുടെ മകള് പ്രസവിക്കാൻ പോയിട്ട് നോർമൽ ഡെലിവറി ആയിട്ട് പോലും 10-50 രൂപ അടുത്തായി. ഇനി ഈ കാശൊക്കെ ഉണ്ടാക്കണ്ടേ? എൻ്റെ തല പെരുക്കുന്നു. ഞാൻ ഗവൺമെൻറ് ആശുപത്രി പൊക്കോളാം, അവിടെയാകുമ്പോൾ കാശ് ചിലവൊന്നുമില്ലല്ലോ. ആ, പ്രസവമൊക്കെ ഗവൺമെൻറ് ആശുപത്രിക്കാർ നോക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞുള്ള കാര്യമോ? കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് അതിനെ വളർത്തിയെടുക്കണ്ടേ? എത്ര രൂപയുണ്ടെങ്കിലാ ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ? പിന്നെ ഗവൺമെൻറ് ആശുപത്രിക്കാരുടെ ഉത്തരവാദിത്തമാണല്ലോ കൊച്ചിനെ വളർത്തി വലുതാക്കണത്. ഇനിയിപ്പോൾ നിനക്ക് വീട്ടിലിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. ക്ഷീണമായി, ഛർദിയായി. ജോലിക്ക് വല്ലതും പോകാൻ പറ്റുമോ? എനിക്കറിയാൻ മേല. ഇനി ഇവിടുത്തെ ബാധ്യതയൊക്കെ ആര് തീർക്കുമാവോ? എപ്പോഴാണെങ്കിലും കുഞ്ഞ് വേണ്ടേ അമ്മ? ആ, എപ്പോഴാണെങ്കിലും കുഞ്ഞ് വേണം. അതിത്ര നേരത്തെ ആവണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഇതെന്തുവാടാ ഇത്? അവക്ക് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെയാ. ഞാനേ കഞ്ഞിയും പയറൊക്കെ കഴിച്ചിട്ടാ 2 മക്കളെ പെറ്റത്. ഇവിടെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാലേ പിറത്തുള്ളൂ. ഓ ഈ അമ്മ. എടാ, ഈ കാശൊക്കെ ഇങ്ങനെ കളയാതെ കൊണ്ട സൂക്ഷിച്ചു വെക്കാൻ നോക്ക്. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നൂലുകെട്ട് അതും ഇതുമായിട്ട് ചിലവൊക്കെ ഇങ്ങനെ പുറകെങ്ങ് വരുവാണേ. ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ വല്ലതും കൊണ്ടുവന്ന് ഇടുവോ? ആർക്കറിയാം. നമ്മൾ കണ്ടതാണല്ല. കല്യാണത്തിന് തന്നെ കണ്ടില്ലേ, 30 പവൻ പറഞ്ഞിട്ട് 10 പവൻ അടുത്ത് പോലും തന്നില്ല. ഒന്ന് പോമ്മ. പിന്നെ പോ. അമ്മ, ഇന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെയാ. വാ. എങ്ങനെയുണ്ട് മോളെ? ക്ഷീണമൊക്കെ ഉണ്ടോ? ഇപ്പം ക്ഷീണമൊന്നുമില്ലമ്മ. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി. മോടെ ചേച്ചീനെ പോലെ 3-4 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വന്നില്ലല്ലോ. എൻ്റെ സൗമ്യയുടെ അമ്മേ, ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നോ? അതെന്താ ചേച്ചി, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാ. പക്ഷേ പുറകെയുള്ള ചിലവൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളും. എല്ലാവരും ഇതൊക്കെ കൂട്ടി വെച്ചിട്ടാണോ കുഞ്ഞുണ്ടാവുന്നതും കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ? എനിക്കിവിടെ എന്തുമാത്രം ബാധ്യതയൊക്കെ തീർക്കാനുണ്ടായിരുന്നതാ. അപ്പോഴത്തേക്കാ ഇത് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ മോളാണോ ഇവിടുത്തെ ബാധ്യതയൊക്കെ തീർക്കേണ്ടത്? അതിനാണോ നിങ്ങൾ നിങ്ങളുടെ മോനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിച്ചത്? ആ, അത് കൊള്ളാലോ. എൻ്റെ കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയതാ. ഒരു യാത്ര പോലും അവരിതുവരെ പോയിട്ടില്ല. ഇനി ബാധ്യത തീർക്കണമെങ്കിൽ ചേച്ചിക്കും ജോലിക്ക് പോകാമല്ലോ. ചേച്ചി എവിടെയെങ്കിലും ജോലിക്ക് പോകും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ കുഞ്ഞിനെ കളഞ്ഞേക്കാം. ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. പിന്നെ ആരും അവളെ തിരക്കി അങ്ങോട്ട് വന്നേക്കരുത്. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ അവളെ നോക്കും. എന്നാ മോളെ, അമ്മ ഇറങ്ങുക.